സദ്യ സ്പെഷ്യൽ വറുത്ത എരിശ്ശേരി തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണിത്. ഇതിനുവേണ്ടി നമ്മൾ കായ എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒന്നെങ്കിൽ ഇത് കുക്കറിനകത്താണെങ്കിൽ ഒറ്റ ഒരു വിസിലെടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചട്ടിക്കകത്തോട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. വേറെ സാധനമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് ഇപ്പം മുഴുവനുള്ള കുരുമുളകും കൂടി ഇട്ട് അരച്ചെടുക്കാവേ. ഇതിപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അരപ്പും തയ്യാറായിരിപ്പുണ്ട്. അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിനകത്ത് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് ഉപ്പും എല്ലാം നോക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ചേർത്ത തേങ്ങാക്കൂട്ടിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് വെക്കണേ. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് കടുക് തളിച്ചൊഴിക്കണം. കടുക് തളിച്ചൊഴിക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് ഇടുന്നത് തേങ്ങയാണ്. തേങ്ങയും കൂടെ നല്ല ബ്രൗൺ നിറമാകുന്ന വരെ തേങ്ങയും കൂടെ നമുക്ക് വറുത്തെടുക്കണം. ആ സമയത്ത് ഇതിനകത്ത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഇപ്പം ഈ സമയത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ഓപ്ഷനിലാണ്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചത് മാറ്റിയ ശേഷം നമുക്ക് കടുക് തളിച്ചൊഴിച്ച് പെട്ടെന്ന് തന്നെ മൂടി വെക്കണേ. അതിൻ്റെ മണമൊക്കെ പോകും. അല്ലെങ്കിൽ എല്ലാം ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കും.